എവ്രിവൺ, ഇന്ന് നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, ചീനിക്കിഴങ്ങ് എന്ന് പറയുന്നത്, അതെങ്ങനെയൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം എന്നൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തും സ്റ്റീം ചെയ്തും എടുക്കാം. നമ്മൾ ഇന്നിവിടെ സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത്. ബോയിലിംഗ് ആണ് ബെസ്റ്റ് മെത്തേഡ്. പക്ഷെ ചിലപ്പോൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ ഓവർ കുക്ക് ആവും. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റീമിങ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്കിവിടെ ഇന്നൊരു പിങ്ക് കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് കിട്ടിയിരിക്കുന്നത്. തൊലിയുള്ള പിങ്ക്, അകത്ത് വെള്ള തന്നെയാണ്. ഇതിന് തൊലിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഓർത്തു വേണ്ട, 1-2 എണ്ണത്തിൻ്റെ പീൽ ചെയ്യാം, ബാക്കി തൊലിയോടെ തന്നെ പുഴുങ്ങാം എന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റീമറിലാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. അപ്പം ഒരു 2 ഇഞ്ചിൻ്റെ കഷ്ണങ്ങളാക്കുകയാണ് നമ്മുടെ പൊട്ടറ്റോസ്. ഇതിപ്പോൾ തൊലി കളഞ്ഞ് 1-2 സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ ചെയ്യുകയാണ്. പീലർ കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ തൊലി കളഞ്ഞ് കിട്ടുന്നതാണ്. ബാക്കി പൊട്ടറ്റോസ് തൊലിയോടെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി സ്റ്റീമറിലേക്ക് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തോ എന്നറിയാനായിട്ട് ഒന്നുകിൽ ഒരു നൈഫോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ഇതിലേക്ക് നമുക്ക് കുത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോ എന്നറിയാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പച്ചമുളകും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും വെള്ളവും മാത്രം ചേർത്തുള്ള ഒരു സിമ്പിൾ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ല കോമ്പിനേഷനാണ് ഈ മുളക് ചമ്മന്തി ഈ പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോയും. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. രണ്ടിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഈ സ്കിന്നോടെ പുഴുങ്ങിയതാണോ നല്ലത്, അതോ സ്കിൻ പീൽ ചെയ്തിട്ട് പുഴുങ്ങിയതാണോ നല്ലതെന്ന് പറയാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. അതുപോലെ നല്ല മധുരമുണ്ട്. ഇനി സ്കിൻ കളഞ്ഞിട്ട് പുഴുങ്ങിയത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എന്നാൽ ശകലം മധുരം കുറവാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പം നിങ്ങൾ എന്തായാലും പുഴുങ്ങുമ്പോൾ അതിൻ്റെ തൊലിയോടെ തന്നെ പുഴുങ്ങിയാൽ മതിയാവും. നല്ല മധുരമുള്ള സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് എങ്ങനെയാണ് പുഴുങ്ങുന്നത്, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നറിയാത്തതുകൊണ്ട് കുറേ പേര് ഇതൊക്കെ വാങ്ങിക്കാതെയുണ്ട്. അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ റിച്ചാണ്, വിറ്റാമിൻ മിനറലൊക്കെ നല്ലതാണ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ബെസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.